എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ ആഴ്ച തൊട്ട് അല്ലെങ്കിൽ ഈ വീഡിയോ തൊട്ട് നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിനുള്ള സ്റ്റോക്കാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു 100% സ്റ്റോക്ക് റെക്കമെൻഡേഷൻ എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. ഇത് ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണ് ഒന്നാമത്. അതുപോലെ തന്നെ നിങ്ങളൊരു സ്റ്റോക്ക് ബൈ ചെയ്യുന്ന മുമ്പ് നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കൂടി നിങ്ങൾ ആ ഒരു സ്റ്റോക്കിൽ ചെയ്ത ശേഷം മാത്രമേ നിങ്ങളുടെ ക്യാപിറ്റൽ ഈ ഒരു മാർക്കറ്റിൽ ഡിപ്ലോയ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് സീ എൻ്റർടൈൻമെൻ്റ് ആണ്. സീൽ എന്ന് പറയുന്ന സീൻ എൻ്റർടൈൻമെൻറ്റ്, അതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 138 ആണ്. ഓക്കെ, 138 എന്ന് പറയുന്നതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് പ്യൂറായിട്ടുള്ള ICT കോൺസെപ്റ്റ് പ്രകാരമുള്ള ഒരു പ്രൈസ് ആക്ഷനാണ്. നിങ്ങൾക്ക് ICT കോൺസെപ്റ്റ് എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ ICT കോൺസെപ്റ്റ് മലയാളത്തിൽ നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് അറിയാത്തവർ അത് പഠിച്ചെടുക്കുക. ഓക്കെ, എന്നാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രാബ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഒരു OBയിൽ നിന്നും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്നും മാർക്കറ്റ് താഴേക്ക് വന്നു. സോ നമുക്ക് OBയിൽ നിന്നും ഒരു ഹൈയിലേക്ക് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ആ ഒരു 78.6 എന്ന് പറയുന്ന സ്വീറ്റ് സ്പോട്ടിലേക്ക് മാർക്കറ്റ് തിരിച്ച് അതിനേക്കാളും താഴെ ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് കയറി ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന രീതിയിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകി ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മന്ത്ലി ക്യാൻഡിലാണ് ഇത്. ഓക്കെ, ഇതൊരു മന്ത്ലി ക്യാൻഡിലാണ്. സോ മാർക്കറ്റ് തിരിച്ച് താഴേക്ക് വന്ന് ഇവിടെ ഉണ്ടായിരുന്ന ലിക്വിഡിറ്റി മൊത്തം ഗ്രാബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഈ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു. സോ ഇതിന് പറയുന്ന പേര് നമ്മൾ ഇൻഡ്യൂസ്മെൻ്റ് എന്ന് പറയും. ഓക്കെ, സോ പ്രൈസ് ആക്ഷൻ എന്ന രീതിയിൽ നോക്കുന്ന സമയത്ത് ഒന്ന് സ്വീറ്റ് സ്പോട്ട് എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും പ്രീമിയം, ഡിസ്കൗണ്ട്, ഇക്വിലിബ്രിയം. മാർക്കറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ICT കോൺസെപ്റ്റിൽ പ്രീമിയം എന്താണ്, ഡിസ്കൗണ്ട് എന്താണ്, അതുപോലെ ഇക്വിലിബ്രിയം എന്താണെന്നൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് അറിയാത്തവർ ആ വീഡിയോ കാണുക. സോ മാർക്കറ്റ് ആ ഒരു പ്രീമിയം, ഇതാണ് പ്രീമിയം, അതുപോലെ ഇത് ഡിസ്കൗണ്ട് ഏരിയ. സോ ഇതിൻ്റെ ആ ഒരു സെൻറ്റർ പോർഷൻ എന്ന് പറയുന്നത് ഒരു ഇക്വിലിബ്രിയം എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ആ ഒരു ഇക്വിലിബ്രിയം അവിടെ നിന്നും താഴേക്ക് വന്ന് ഒരു ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇത് മന്ത്ലി ക്യാൻഡിലാണ്. നമുക്കിത് ഡെയിലി ക്യാൻഡിൽ എന്ന രീതിയിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി എല്ലാം ടേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കൂടുതലും ഹയർ ടൈം ഫ്രെയിം വെച്ചിട്ടാണ് നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിനെ നമ്മൾ നോക്കുന്നത്. അങ്ങനെ നോക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ലിക്വിഡിറ്റി എല്ലാം ടേക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ മാർക്കറ്റ് ഒരു ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് വന്ന് നിൽക്കുകയാണ്. സോ ഡെഫിനറ്റ്ലി ഈ ഒരു മന്ത് സ്റ്റാർട്ടിങ്ങിൽ മേ ബി ഒന്ന് താഴേക്ക് ഇറങ്ങിയാലും ഈ മാസം മുകളിലേക്ക് പോകാൻ ഒരു പമ്പിങ് കയറാനുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നതുണ്ട്. കാരണം ഇവിടെ ഇൻഡ്യൂസ്മെൻറ്റ് നടന്നു കഴിഞ്ഞു. ഓക്കെ, വൺസ് ഇൻഡ്യൂസ്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ച് ഇവിടെയുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യുക, ഒരു FEG എന്ന് പറയുന്ന ഒരു ഗ്യാപ്പ് ഉണ്ട് ഇവിടെ. സോ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് പോയേക്കാം. സോ സീ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. 10% ആണ് നമ്മൾ പറയുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് സീലാണ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 138 ആ റേഞ്ചിലാണ്. മേ ബി 135 അല്ലെങ്കിൽ ആ ഒരു 114 വരെ പോയാലും ഇറ്റ്സ് ഒരു പ്രോബ്ലം എന്ന രീതിയിൽ പറയാനില്ല. കാരണം ഓൾറെഡി ഇൻഡ്യൂസ്മെൻറ്റ് നടന്നു കഴിഞ്ഞു. ഇനി മാർക്കറ്റ് ഒന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് മുകളിലേക്ക് കയറാം, അല്ലെങ്കിൽ കുറച്ചും കൂടി താഴേക്ക് വന്നിട്ട് മുകളിലേക്ക് കയറാം. 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സ്റ്റോക്ക് വാങ്ങുക. ഒറ്റയടിക്ക് ടോട്ടൽ ക്യാപിറ്റൽ ഒറ്റ സ്റ്റോക്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പകരം ഡൈവേഴ്സിഫൈഡ് ആയിട്ട് നിങ്ങൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് പവർ ഗ്രിഡ് ഇൻഫ്ര എന്ന് പറയുന്ന സ്റ്റോക്കാണ്. പവർ ഗ്രിഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ പറയുന്ന NSEയുടെ ആ ഒരു സ്റ്റോക്കാണ്. ഓക്കെ, ഇതിൽ മാർക്കറ്റ് ആ ഒരു ബിയർ മാർക്കറ്റ് കഴിഞ്ഞ് മേ ബി മാർക്കറ്റ് ഒരു അക്യുമുലേഷൻ ഫേസിലാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും മാർക്കറ്റ് ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ലോ ടേക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലിക്വിഡിറ്റി മൊത്തം ടേക്ക് ചെയ്തിട്ടുണ്ട്. 4 hours വലിയതായിട്ടുള്ള ഒരു OB ഒന്നും കാണുന്നില്ല. ഓക്കെ, ആൻഡ് 2 hours നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക്, ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് 2 മണിക്കൂറിൻ്റെ ആ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിലാണ് നിൽക്കുന്നത്. ഓക്കെ,
2 hours-ൻ്റെ 1 hour-ൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നല്ലൊരു വിക്ക് വന്നിട്ടുണ്ട്. സോ ഇത് ഇവിടെ ഒരു OB ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഫോർമേഷൻ തന്നെയാണ്. ഓക്കെ, സോ മാർക്കറ്റ് ഈ ഒരു OBയിൽ ഇനി എത്ര ദിവസം കയറി നിൽക്കും എന്നറിയില്ല, പക്ഷേ ഇതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണ്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ ഉണ്ടായിരുന്ന ഈ ലിക്വിഡിറ്റി എല്ലാം ടേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് ഉണ്ടായിരുന്ന ലിക്വിഡിറ്റി ടേക്ക് ചെയ്തിട്ട് അവിടെ നല്ലൊരു പുള്ളിങ് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഇവിടെ ആ 2 മണിക്കൂറിൻ്റെ ഒരു OB ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 94.85 ആണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ്. ICT പ്രൈസ് ആക്ഷൻ പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. മൂന്നാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് HMA അഗ്രോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഓക്കെ, ഈ ഒരു സ്റ്റോക്കാണ് നമ്മൾ മൂന്നാമത്തെ സ്റ്റോക്കായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ലിക്വിഡിറ്റിയും ടേക്ക് ചെയ്തിട്ടുണ്ട്. ICT കോൺസെപ്റ്റ് പ്രകാരമുള്ള ആ ലിക്വിഡിറ്റി എല്ലാം ടേക്ക് ചെയ്തിട്ടുണ്ട്. സോ 1 hour-ൽ ഒരു OB ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, 1 hour-ൽ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ മേ ബി ഈ OBയിലേക്ക് മാർക്കറ്റ് തിരിച്ച് വന്നിട്ട് മുകളിലേക്ക് കയറാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു FEG ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. സോ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് മാർക്കറ്റ് വരാം, അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് കയറാം. ഓക്കെ, ഓൾറെഡി ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകിയിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം ഇവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് നടന്നിട്ടുണ്ട്. തിരിച്ച് മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റിനെ എല്ലാം ടേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ്. ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്ന ലിക്വിഡിറ്റിനെയും കൂടെ ടേക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഒരു OB ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇതൊരു നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. മൂന്നാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് HMA അഗ്രോ ഇൻഡസ്ട്രീസ്. നാലാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് എക്സീറ്റ കോട്ടൺ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈൽ കമ്പനിയുടെയാണ്. ഓക്കെ, ഇത് ഏകദേശം ഡെയിലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഒരു നല്ലൊരു ഡൗൺ ട്രെൻഡ് വന്നിട്ട് ആ ഒരു OBയിലേക്ക് മാർക്കറ്റ് തിരിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. സോ ഇവിടെ ഒരു ഹൈ ആൻഡ് ലോ നമ്മൾ നോക്കുന്ന സമയത്ത് ഫിബ് ഇട്ട് നോക്കുന്ന സമയത്ത് ആ ഒരു സ്വീറ്റ് സ്പോട്ടായിട്ടുള്ള 78.6 അതും കടന്ന മാർക്കറ്റ് ഈ ഒരു FEG ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക് എന്ന രീതിയിലേക്ക് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് ഒരു മാർക്കറ്റ് ഒരു പുൾ ബാക്ക് തീർച്ചയായിട്ടും നൽകും. സോ പെർസെൻറ്റേജ് വൈസ് നോക്കുന്ന സമയത്ത് നമുക്കൊരു 10% എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് 20 rupees-ആണ്, 20.90 അല്ലെങ്കിൽ 21 rupees-ആണ്. സോ ഒരു 10% എന്ന് പറയുന്നത് ഏകദേശം ഒരു 23 rupees ആ ഒരു റേഞ്ചിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റും എന്നാണ് കാണുന്നത് പ്രൈസ് ആക്ഷൻ പ്രകാരം നോക്കുന്ന സമയത്ത്. ആൻഡ് ഒരു ഇക്വിലിബ്രിയം പ്രീമിയം ഡിസ്കൗണ്ട് നോക്കുന്ന സമയത്ത് എന്താ പറയുക, ഡിസ്കൗണ്ട് ഏരിയയിലാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു കേസൊക്കെ നോക്കുന്ന സമയത്ത് ഇതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. HCA കോട്ടൺ എന്ന് പറയുന്നത് ഇതിൻ്റെ സെയിൽസ് ഗ്രോത്ത് ആണെങ്കിലും ഇതിൻ്റെ ക്യാപിറ്റലൈസേഷൻ ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളാരെങ്കിലും ICT കോൺസെപ്റ്റ് എന്താണെന്ന് അറിയാത്തവരാണ് ഭൂരിഭാഗം പേരെങ്കിലും നമ്മുടെ ചാനലിൽ പ്ലേ ലിസ്റ്റിൽ മലയാളത്തിലാണ് എല്ലാ സബ്ജക്റ്റും നമ്മൾ നൽകിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ് നൽകിയിരിക്കുന്നത്. സോ അത് മാക്സിമം പഠിച്ചെടുക്കുക. കാരണം അത് യൂണിവേഴ്സൽ പ്രൈസ് ആക്ഷനാണ്. ഞാൻ പഠിപ്പിക്കുന്നത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലാണെങ്കിൽ പോലും നിങ്ങൾക്കത് ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിലും ഇൻ്റർനാഷണൽ മാർക്കറ്റിലും നിങ്ങൾക്കത് സ്റ്റഡി ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ 9:30 to 3:30 ആണ് നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. സോ അതിന് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റ് 24/5 എന്ന രീതിയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് സ്റ്റഡി പർപ്പസിന് വേണ്ടി നിങ്ങൾക്കത് അതിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, അതിനുശേഷം ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു പ്രൈസ് ആക്ഷൻ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നൽകിയ സ്റ്റോക്സ് 4 സ്റ്റോക്കും അതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് നമ്മൾ ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ടാർഗറ്റ് പ്രൈസ് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏത് പ്രൈസിനാണോ വാങ്ങുന്നത് അതിനനുസരിച്ചുള്ള ടാർഗറ്റ് പ്രൈസ് പെർസെൻറ്റേജ് എത്ര, 10% ആണെങ്കിൽ 10% എത്ര നോക്കിയിട്ട് അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ഈ രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള ടോട്ടൽ എമൗണ്ട് എത്ര എന്നുള്ളത് നോക്കി വയ്ക്കുക. നമ്മൾ ആ ഒരു 1 month to 2 months എന്ന് പറയുന്നത് ഒരു 10% നമ്മൾ നൽകുന്നതെങ്കിലും ഈ സ്റ്റോക്കുകളൊക്കെ ഒരുപാട് മോർ ദാൻ 10% പോകാനുള്ള സ്കോപ്പ് ഉണ്ട്. ഓക്കെ, നമ്മൾ നൽകുന്ന ഏത് സ്റ്റോക്കാണെങ്കിലും മോർ ദാൻ 10% പോകാനുള്ള സ്കോപ്പ് ഉണ്ട്. 6 months ഹോൾഡ് ചെയ്യാം അല്ലെങ്കിൽ 1 year ഹോൾഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ധൈര്യത്തിൽ ഹോൾഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഇനീഷ്യലി പറഞ്ഞതുപോലെ ഇത് ഒരു 100% സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, ഒരു എഡ്യൂക്കേഷൻ വീഡിയോ എന്ന രീതിയിൽ കണ്ടാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റോക്ക് വാങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കൂടി ചെയ്തിട്ട് വേണം സ്റ്റോക്കുകൾ പിക്ക് ചെയ്യാൻ. ഓക്കെ, സോ അപ്പോൾ ഈ ആഴ്ചയിലെ സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്സ് ഇതാണ്.
അപ്പോൾ അടുത്ത ആഴ്ചയിൽ പുതിയതായിട്ട് നല്ല സ്റ്റോക്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് എത്താം. താങ്ക് യു.